PCOD ഉള്ള സ്ത്രീകളുടെ പേടി സ്വപ്നമാണ് ഈ കാണുന്ന റേസർ ബ്ലേഡ് എന്ന് പറയുന്നത്. കാരണം അവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഷേവ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസിന് അത് വല്ലാതെ ഡൗൺ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇൻഫെർട്ടിലിറ്റിക്ക് എന്നെ കാണിക്കാൻ വന്ന ഒരു കേസ് എന്നോട് ചോദിക്കുകയാണ്, സാറേ PCOD മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് മാറിപ്പോവോ, അതല്ല അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ PCOD മാറിക്കഴിഞ്ഞാലും ഓൾറെഡി ഇല്ല ഹെയർ ഗ്രോത്ത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അതിന് ചികിത്സ എടുക്കണം. പുതിയ ഹെയറിന്റെ ഗ്രോത്തിന് നമുക്ക് PCOD മാറിക്കഴിഞ്ഞാൽ തടയാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഇങ്ങനെ വരുന്നത്? രണ്ട് റീസൺസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, LH എന്ന് പറയുന്ന ഹോർമോൺ കൂടുമ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ കൂടി അതുവഴി ഹെയർ ഗ്രോത്ത് കൂടാം. അതുപോലെ തന്നെ പൊതുവെ PCOD ഉള്ള ആളുകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ഇൻസുലിൻ കൂടി കഴിഞ്ഞാലും നമുക്ക് ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടിയിട്ട് ഫേഷ്യൽ ഹെയർ ഗ്രോത്തും മുഖക്കുരും മറ്റു പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ നല്ല മികച്ച ചികിത്സ ലഭ്യമാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാറ്റിയെടുക്കാവുന്നുള്ളൂ. ഹൈലൈഫ് ഹോമിയോപ്പതിയിൽ ലേഡി ഡോക്ടേഴ്സിന്റെ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്.